സോ ഇതുവരെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഇങ്ങനെ. ഇതിൽ എന്ത് ചെയ്യണം, ഈ ഒരു ടേമും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കോസ് ഓഫ് 5 മൈനസ് ഒമേഗ ടി കോസ് ഓഫ് 2 പൈ എക്സ് ആൽഫ മൈനസ് ഒമേഗ ടി. സോ ഇത് ഏതിൻ്റെ ടേംസിലാണ് ഇരിക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ? ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും? കോസ് എ കോസ് ബി എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇതനുസരിച്ചിട്ട് എന്ത് വരും? ഹാഫ് കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് ഹാഫ് കോസ് ഓഫ് എ മൈനസ് ബി എന്ന് വരും. സോ ഇതാണ് എന്ത്? എ ടേം ആൻഡ് ഇതാണ് എന്ത്? ബി ടേം. സോ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റത്തെ ടേം എന്ത് വരും? ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു ഹാഫ് ഓഫ് കോസ് ഓഫ് എ, അതായത് 5 മൈനസ് ഒമേഗ ടി പ്ലസ് ബി 2 പൈ എക്സ് ആൽഫ മൈനസ് ഒമേഗ ടി. ദെൻ സെക്കൻഡ് ടേം പ്ലസ് ഹാഫ് ഓഫ് കോസ് ഓഫ് എ, അതായത് 5 മൈനസ് ഒമേഗ ടി മൈനസ് 2 പൈ എക്സ് ആൽഫ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലസ് എന്ന് വരും, പ്ലസ് ഒമേഗ ടി എന്ന് വരും. സോ ഇതിൽ ഏതൊക്കെ ഇക്വേഷൻസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ ബ്രാക്കറ്റിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് മൈനസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? 2 ഒമേഗ ടി എന്നായി, മൈനസ് 2 ഒമേഗ ടി എന്നായി. ഇവിടെ മൈനസ് ഒമേഗ ടി ഉണ്ട് പ്ലസ് ഒമേഗ ടി ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കോസ് ഓഫ് 5 പ്ലസ് 2 പൈ എക്സ് ആൽഫ മൈനസ് 2 ഒമേഗ ടി പ്ലസ് half of cos of 5 minus 2 pi x alpha. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടേം, ഈ ഒരു ഇക്വേഷനിൽ, ഇൻറ്റൻസിറ്റി ഇക്വേഷനിൽ തേർഡ് ടേമിൽ ഈ ഒരു കോസ് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്തത്. സോ ഇതിൻ്റെ എന്ത് ചെയ്യണം? നമുക്ക് ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ. സോ ഈ ഭാഗത്ത് എന്ത് വരും? ഒരു ആവറേജ് എന്ന് പറയുന്ന ഇക്വേഷൻ വരും. സോ ഇതിൽ ആവറേജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെയാണ് എന്ത് ചെയ്യുന്നത്? ആവറേജ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു, നമ്മൾ കോസിൻ്റെ വാല്യൂ ഒരു ടൈമിൻ്റെ ഫംഗ്ഷൻ ആണ് കോസ് എന്നുണ്ടെങ്കിൽ അതിനെ സ്ക്വയർ എടുത്തിട്ട് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? ഹാഫിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോസ് ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ആവറേജ് ഞാൻ എടുക്കുക, അതായത് സ്ക്വയറിൻ്റെ അല്ല കോസിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് കോസ് ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്, ഇതിനായിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അത് ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്ക് രണ്ട് കോസിൻ്റെ ടേംസ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ടേം എടുക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ടൈം വരുന്നുണ്ടോ? ഉണ്ട്, ഇവിടെ ഒരു ടൈം വരുന്നുണ്ട്. അതായത് ഈ ഒരു കോസ് എന്താണ്? ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഇതെന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. സെക്കൻഡ് ടേമിൽ എവിടെയെങ്കിലും ഒരു ടൈം വരുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്തായിരിക്കും? ഈ ഒരു ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ചേഞ്ച് ചെയ്യാമല്ലോ, ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മാത്രമായിട്ട്. So intensity equation change ചെയ്തു is equal to a square by 2 plus capital A square by 2 plus 2AA. Then ഈ ഐഡന്റിറ്റി ഇങ്ങനെ മാറ്റി എഴുതി 1 by 2 cos of 5 minus 2 pi x alpha എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്ത് എഴുതി. സോ 2 ക്യാൻസൽ ആയി പോയി. സോ intensity equation I of xy equal to എന്ത് വന്നു? a square by 2 plus capital A square by 2 plus a cos of 5 minus 2 pi x alpha. ഇതാണ് എന്ത്? ഇന്റൻസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ വരിക. സോ ഈ ഒരു ഇക്വേഷൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇക്വേഷൻ ഓഫ് ദി ഇന്റൻസിറ്റി പാറ്റേൺ റെക്കോർഡഡ് ഇൻ ദി ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. സോ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഒരു പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ എഴുതി, അതിന് നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് z ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് എഴുതി. ദെൻ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റ് ബീം എടുത്തു, എന്നിട്ട് അത് എന്ത് ചെയ്തു? അത് രണ്ടും കൂടെ സൂപ്പർ പൊസിഷൻ ചെയ്തു. സോ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലെയിനിൽ ഒരു സൂപ്പർ പൊസിഷൻ നടന്നു. എന്നിട്ട് അവിടെ എന്ത് കിട്ടണം? നമുക്ക് ഇൻറ്റൻസിറ്റി പാറ്റേൺ കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടോട്ടൽ ഫീൽഡിൽ നിന്ന് ആവറേജ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റൻസിറ്റി ഒബ്റ്റെയിൻ ചെയ്തു. ആ ഒരു ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് ഇത്. സോ അവിടെ ഒരു നടക്കുന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നടക്കുന്ന ഇൻ്റർഫിറൻസിൻ്റെ ഇൻറ്റൻസിറ്റി പാറ്റേൺ ഇതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഒരു ഇൻറ്റൻസിറ്റി പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ്?
ആംപ്ലിറ്റ്യൂഡ്സിന്റെ ടേംസ് വരുന്നുണ്ട്. അതായത് ഒബ്ജക്റ്റ് ബീമിന്റെ അതുപോലെ തന്നെ റെഫറൻസ് ബീമിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ടേം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു ആംഗിളും കൂടെ വരുന്നുണ്ട്. അതായത് അവിടെ ഫോം ചെയ്യുന്ന ഇന്റർഫറൻസ് പാറ്റേണിൽ ഏതിന്റെ ഡാറ്റയും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, ഫേസ് ആംഗിളിന്റെ ഡാറ്റയും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇവിടെ രണ്ട് വാല്യൂസ് ആണ്, മോഡുലേറ്റർ വാല്യൂസ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസ് ആംഗിളും കൂടെ റെക്കോർഡഡ് ആവുന്നുണ്ട് എന്നുള്ള അർത്ഥം. So this equation shows the phase of the object wave is recorded in the intensity pattern. So here intensity pattern ആണ് in the hologram recorded ആവുന്നത്. So when the photographic plate which has recorded the above intensity pattern is developed, we get a hologram. So നമുക്ക് എന്താണ്, നമുക്കൊരു ഹോളോഗ്രാം ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. സോ അവിടെയുള്ള ഇൻറ്റൻസിറ്റി പാറ്റേൺ ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഹോളോഗ്രാമിൽ നിന്ന് നമ്മൾ ഒരു ലേസർ ബീം എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വേവിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം. സോ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ഇമേജ് ഫ്രം ദി ഹോളോഗ്രാം. ഇനി അതാണ് അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സ്. സോ ഇതൊക്കെ തിയറി പാർട്ടിൽ വരുന്നതാണ്. തിയറി മാത്രമായിട്ട് ഒരു എസ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഇമേജിനെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്ത്, ഹോളോഗ്രാമിലേക്ക് ഒരു വേവ് ഇലിമിനേറ്റ് ചെയ്യുക, ഒരു ലേസർ ബീം ഇലിമിനേറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ റെഫറൻസ് ബീമിൻ്റെ പോലെ തന്നെ റെഫറൻസ് ബീം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് R(xy) എന്ന് പറഞ്ഞിട്ടാണ്, സ്മോൾ ലെറ്റർ R(xy) എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു വേവിന് ഐഡൻറ്റിക്കൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു വേവ് സെയിം ആയിട്ടുള്ള തന്നെ വേറൊരു വേവ് കൊടുത്തിരിക്കുകയാണ്. സോ അത് രണ്ടും കൂടെ റീകൺസ്ട്രക്ഷൻ വേവ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം ക്യാപിറ്റൽ ലെറ്റർ R യൂസ് ചെയ്തിരിക്കുകയാണ്. സോ R(xy) റെപ്രസെൻറ്റ്സ് ദി റീകൺസ്ട്രക്ഷൻ വേവ്. സോ ഞാൻ ആ റീകൺസ്ട്രക്ഷൻ വേവ് ഈ ഒരു ഹോളോഗ്രാമിക്ക് പാസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ട്രാൻസ്മിറ്റഡ് വേവ് കിട്ടുന്നുണ്ട്. സോ അതിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഒക്കെ അതിൽ കൂടെയൊക്കെ പാസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് അവിടെ എന്തുണ്ട്, റിയൽ ഇമേജും ഉണ്ടാവും, അതുപോലെ തന്നെ വെർച്വൽ ഇമേജും ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റത്തെ ഒരു ഇക്വേഷനിൽ ഒന്നുകൂടെ അന്ന് അനലൈസ് ചെയ്യാം. സോ ട്രാൻസ്മിറ്റഡ് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ T ആണ്, T(xy). സോ ഇവിടെ XY യൂസ് ചെയ്യാനുള്ള റീസൺ, നമ്മളൊരു പ്ലെയിനിലാണ് ഇതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ലൈറ്റ് വേവ്സ് ഒക്കെ ഏത് ഡയറക്ഷനിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക, XY ഡയറക്ഷനിലായിരിക്കും. കാരണം നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിരിക്കുന്നത് XY ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ T(xy), R(xy), I(xy) അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം ഡയറക്ഷൻ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരുണ്ട്. കാരണം എന്താണ്, Z=0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ട്രാൻസ്മിറ്റഡ് ഫീൽഡും അതുപോലെ തന്നെ ഈ ഒരു റീകൺസ്ട്രക്ഷൻ വേവും തമ്മിലുള്ള ഈ ഒരു റേഷ്യോനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റൻസ്, അതായത് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റഡ് ആയത് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റൻസ്. സോ അത് ചില കണ്ടീഷൻ നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടീഷൻ വരിക, ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ലീനിയർലി പ്രൊപ്പോർഷണൽ ടു I(xy). ആ ഒരു ഇൻറ്റൻസിറ്റീന് ലീനിയർലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താം, T(xy) is equal to ഇവിടെ ഒരു നമുക്കൊരു ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് ഏതൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. ആ ഒരു കോൺസ്റ്റന്റിനെ ഞാൻ 1 ആയിട്ട് എടുക്കുവാണ്. സോ എന്ത് വരും, T(xy) divided by R(xy) is equal to I(xy) എന്ന് വരും. സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രാൻസ്മിറ്റഡ് ഫീൽഡ് T(xy) is equal to എന്താ വരിക, ഇൻറ്റൻസിറ്റി വേവ് മൾട്ടിപ്ലൈഡ് ബൈ ദി റീകൺസ്ട്രക്ഷൻ വേവ്, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് അവിടെ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് എത്രയാണ്, ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഫീൽഡിൽ ബീമിൽ എങ്ങനെയായിരിക്കും പാറ്റേൺ ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു T(xy) എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഇക്വേഷനാണ് I(xy) മൾട്ടിപ്ലൈഡ് ബൈ R(xy). സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇത് രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി ട്രാൻസ്മിറ്റൻസ് കിട്ടും. ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ് ബീമിൻ്റെ ഇക്വേഷൻ. സോ അതിൻ്റെ R(xy)ക്കും അതുപോലെ തന്നെ I(xy)ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ R(xy) എന്ന് വെച്ചാൽ റീകൺസ്ട്രക്ഷൻ ബീമിൻ്റെ ഇക്വേഷനും I(xy) എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനും. സോ ഇതിൽ ഈ ഒരു ടേം ഒന്നായിട്ടും ആൻഡ് ഇത് സെക്കൻഡ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം A² by 2
plus capital A square by 2 multiplied by A cos of 2 pi alpha x minus omega t എന്ന് വരും. Then plus ഈ സെക്കൻഡ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എന്ത് വരും? A small a capital A square into cos of 2 pi alpha x minus omega t multiplied by cos of 5 minus 2 pi alpha x എന്ന് വരും. സോ ഇതാണ് സെക്കൻഡ് ടേം, ഇത് ഫസ്റ്റ് ടേം. സോ ഇതിൽ ഫസ്റ്റ് ടേമിന് അങ്ങനെ തന്നെ എഴുതാം. സെക്കൻഡ് ടേമിന് എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോസ് എ കോസ് ബി ടേം ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/2 ഓഫ് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൻ്റെ സെക്കൻഡ് ടേമിൽ ആ ഒരു ടേം മാത്രം ഞാൻ മാറ്റി എഴുതുകയാണ്. സോ കോസ് ഓഫ് 2 pi alpha x minus omega t into cos of 5 minus 2 pi alpha x. സോ ഇതെന്താണ്? കോസ് എ കോസ് ബിന്റെ ടേമിനാണുള്ളത്. സോ കോമൺ ആയിട്ട് 1/2 എഴുതി. ദെൻ അതിൽ കോസ് ഓഫ് എ പ്ലസ് ബി ചെയ്യാം. സോ കോസ് ഓഫ് എ എന്താണ്? 2 pi alpha x minus omega t പ്ലസ് ബി. സോ 5 minus 2 pi alpha x എന്ന് വരും. ദെൻ പ്ലസ് കോസ് എ മൈനസ് ബി ആണ്. സോ എക്ക് 2 pi alpha x minus omega t minus 5 മൈനസ് ഓഫ് മൈനസ് വരുന്ന കാരണം കൊണ്ട് എന്ത് വരും? പ്ലസ് 2 pi alpha x എന്ന് വരും. സോ ഇതിൽ 1/2 എഴുതി. ദെൻ ഈ ഒരു ടേമിൽ 2 pi alpha എക്സിന്റെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്, ക്യാൻസൽ ആയി പോയി. സോ ബാക്കി എന്ത് ടേമാ വരിക? കോസ് ഓഫ് 5 മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ടേം വരും. ദെൻ പ്ലസ് കോസ് ഓഫ് ഈ സെക്കൻഡ് ടേമിൽ 2 pi alpha x പ്ലസ് 2 pi alpha x ഉണ്ട്. സോ അവിടെ എന്ത് വരും? 4 pi alpha x എന്ന് വരും മൈനസ് ഒമേഗ ടി മൈനസ് 5 എന്ന് വരും. സോ ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ വരുന്നതായിരിക്കും. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇതാണ്. സോ എ സ്ക്വയർ ബൈ 2 പ്ലസ് എ സ്ക്വയർ ബൈ 2 ഓഫ് എ കോസ് ഓഫ് 2 pi alpha x മൈനസ് ഒമേഗ ടി എന്ന് വരും. ദെൻ പ്ലസ് സെക്കൻഡ് ടേം ആയിട്ട് എ സ്ക്വയർ ഇതിലെന്താ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ഒരു 1/2 ഉണ്ട്. സോ ഇവിടെ ടോട്ടൽ ആയിട്ട് 1/2 എന്ന് എഴുതി. ബ്രാക്കറ്റിൽ കോസ് ഓഫ് 5 മൈനസ് ഒമേഗ ടി പ്ലസ് കോസ് ഓഫ് 4 pi alpha x മൈനസ് ഒമേഗ ടി മൈനസ് 5 എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ഫൈനലൈസ് ഇക്വേഷൻ. സോ ഇതിനെ നമുക്ക് 3 ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ഫസ്റ്റ് ടേം, ദെൻ ഇതൊരു സെക്കൻഡ് ടേം. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സെക്കൻഡ് ടേം വരും ആൻഡ് ഇത് തേർഡ് ടേം ആയിട്ട് വരും. സോ ഇതാണ് ആ 3 ടേംസ് വരിക. ഇത് മൊത്തം ഫസ്റ്റ് ടേം, ദെൻ ഇത് സെക്കൻഡ് ടേം ആൻഡ് ഇത് തേർഡ് ടേം. ഇതിൽ ഫസ്റ്റ് ടേം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഇതൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ആണ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് അതായത് എ സ്മോൾ എയും അതുപോലെ തന്നെ ക്യാപിറ്റൽ എയും. ഈ സ്മോൾ എ എന്തിനാണ്? ഒബ്ജക്ട് ബീമിന്റെ ആംപ്ലിറ്റ്യൂഡിനെയും ക്യാപിറ്റൽ എ എന്തിനാണ്? റെഫറൻസ് ബീമിന്റെ അതായത് പ്ലെയിൻ വേവിന്റെ ബീമിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് ടേമിൽ 2 ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. റെഫറൻസ് ബീമിന്റെ ആംപ്ലിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്ട് ബീമിന്റെ ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. സോ അതെന്താണ്? മോഡുലേറ്റഡ് ആണ്. മുന്നുണ്ടായിരുന്ന പോലെയാണോ? അല്ല. നമ്മുടെ മുന്നുള്ള ഇക്വേഷൻ എന്തായിരുന്നു? റെഫറൻസ് ബീം ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഓഫ് 2 pi alpha x മൈനസ് ഒമേഗ ടി എന്നും, അതുപോലെ തന്നെ ഒബ്ജക്ട് ബീം ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എ കോസ് ഓഫ് 5 മൈനസ് ഒമേഗ ടി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതിൽ ഈ ഒരു ഇക്വേഷൻ എന്തിന് സിമിലർ ആണ്? ഈ ഒരു റെഫറൻസ് ബീമിന് സിമിലർ ആണ് അല്ലെ? ഈ ഒരു ഫേസ് ആംഗിൾ എടുത്ത് നോക്കിയേ, കോസ് ഓഫ് 2 pi alpha x മൈനസ് ഒമേഗ ടി അത് തന്നെയാണ്. ബട്ട് ഈ റെഫറൻസ് ബീം തന്നെയാണോ? ഇതുമായിട്ട് എന്താ ഒരു വ്യത്യാസം ഉള്ളത്? ഇവിടെ എ മാത്രമായിരുന്നു, ബട്ട് ഈ ടേമിൽ എന്താണ്? എ സ്ക്വയർ ബൈ 2 പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടേം എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റെഫറൻസ് ബീമിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ബട്ട് ആംപ്ലിറ്റ്യൂഡ് ഹാസ് ബീൻ മോഡുലേറ്റഡ്. സോ നമുക്ക് പറയാം ഫസ്റ്റ് വേവ് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഫിഗറിൽ നമ്മളൊരു ഹോളോഗ്രാമിൽ കൂടെ നമ്മൾ
ലൈറ്റ് ബീം റെഫറൻസ് റീകൺസ്ട്രക്ഷൻ ബീം പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മോസ്റ്റ് ഓഫ് ദി റേസ് വിൽ ട്രാൻസ്മിറ്റ് ത്രൂ ദി ഹോളോഗ്രാം എന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്യുന്നുണ്ട്, മെജോറിറ്റി ഭാഗത്ത് ട്രാൻസ്മിറ്റഡ് ആയിട്ട് മാത്രം പോകുന്നുണ്ട്. ആ ഒരു ട്രാൻസ്മിറ്റഡ് റേനെയാണ് ഈ ഒരു ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് സിമിലർ ടു ദി റെഫറൻസ് ബീം. നമ്മളിവിടെ കൊടുക്കുന്ന റീകൺസ്ട്രക്ഷൻ വേവ് എന്താണ്, നമ്മൾ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ വേവിന്റെ സിമിലർ ആണ്, ഐഡന്റിക്കൽ ആണ്. സോ നമുക്ക് പറയാം ഈ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ടേം വന്നിരിക്കുന്നത് ഈ ഒരു ഇക്വേഷനിൽ. സോ ട്രാൻസ്മിറ്റഡ് ഫീൽഡ് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ടേം ഈ ഒരു ട്രാൻസ്മിറ്റഡ് ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഐഡന്റിക്കൽ ടു ദി റെഫറൻസ് ബീം വിത്ത് ദി മോഡുലേറ്റഡ് ആംപ്ലിറ്റ്യൂഡ്. സോ നമുക്ക് പറയാം ഫസ്റ്റ് ടേം റെപ്രസെന്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ റീകൺസ്ട്രക്ഷൻ ബീം. സോ ഈ ഒരു സ്ട്രേറ്റ് ലൈനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ടേം എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ടേം ഏതിന് ഐഡന്റിക്കൽ ആണ്, ഈ ഒരു ഒബ്ജക്ട് ബീമിന് ഐഡന്റിക്കൽ ആണ്. സോ a cos of 5 minus omega t ഇതിലും വരുന്നുണ്ട്. ബട്ട് ഒരു അഡീഷണൽ ടേം ഈ ഒരു ക്യാപിറ്റൽ a²/2 എന്ന് പറയുന്ന ഈ ഒരു അഡീഷണൽ ടേം അവിടെ വരുന്നുണ്ട് അല്ലെ. സോ നമുക്ക് എന്താ പറയാം, ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് ദി ഒബ്ജക്ട് ബീം ബട്ട് ആംപ്ലിറ്റ്യൂഡ് ഹാസ് ബീൻ മോഡുലേറ്റഡ്. അവിടെ ആംപ്ലിറ്റ്യൂഡിൽ ഒരു അഡീഷണൽ ടേം വരുന്നുണ്ട് a²/2 എന്ന്. സോ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ദി സെക്കൻഡ് ടേം റെപ്രസെന്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ഒബ്ജക്ട് ബീം. അതായത് ഒബ്ജക്ട് ബീമിന്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് വെർച്വൽ ഇമേജിനെയാണ്, വെർച്വൽ ഇമേജ്. സോ വെർച്വൽ ഇമേജിൽ എന്ത് ചെയ്യാം, നമുക്ക് 3D എഫക്റ്റിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാം. അതിൻ്റെ ഇമേജ് എന്തായിരിക്കും, 3D ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്താ, അതിന് ഫേസിനെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫേസ് ആംഗിളിനെ അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അത് സെക്കൻഡ് ടേം എന്തിനാണ്, വെർച്വൽ ഇമേജിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ആണ് കേട്ടോ വരാം. സോ ഈ ഒരു ഇക്വേഷനിൽ തേർഡ് ടേമിൽ എന്ത് വരും, ഈ ഒരു ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് തിരിച്ചാണ്. ഇവിടെ പ്ലസ് ആയിരുന്നു ഒബ്ജക്ട് ബീമിൽ, പക്ഷെ തേർഡ് ടേമിൽ എത്തുമ്പോൾ ഈ 5 എന്ന് പറയുന്നത് എന്തായി, മൈനസ് വാല്യൂ ആയി. അതുപോലെ തന്നെ അവിടെ ഒരു അഡീഷണൽ ടേം വന്നിട്ടുണ്ട് 4π∝x എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ 4π∝x എന്തിനാ റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റൊട്ടേഷനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. 4π∝x ആ ഒരു അഡീഷണൽ ടേം റൊട്ടേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒബ്ജക്ട് ബീം തന്നെയാണ്, ബട്ട് ഇതിന്റെ ഫേസ് ആംഗിൾ റൊട്ടേറ്റഡ് ആയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്, അതിന്റെ സൈൻ മാറിയിട്ടുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ദി തേർഡ് ടേം റെപ്രസെന്റ്സ് ദി റിയൽ ഇമേജ്. ഈ ഒരു റിയൽ ഇമേജിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ ഒരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെർച്വൽ ഇമേജ് ഇങ്ങനെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ ഇമേജ് വരെ ഇങ്ങനെയായിരിക്കും. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് പറയാം ആ ഒരു ഓപ്പോസിറ്റ് ഒരു റൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം 4π∝x വന്നിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അതായത് ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്താണത്, മൈനസ് ആണ്. സോ ഇവിടെ എന്തായി, മൈനസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ദി തേർഡ് ടേം റെപ്രസെൻറ്റ്സ് ദി റിയൽ ഇമേജ്. സോ ഇവിടെ വരുന്ന ആ ഒരു റിയൽ ഇമേജിനെ ഈ ഒരു തേർഡ് ടേം, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഒരു വെർച്വൽ ഇമേജിന് ഈ സെക്കൻഡ് ടേം. സോ ഇതാണ് ട്രാൻസ്മിറ്റഡ് ഫീൽഡിൻ്റെ ഇക്വേഷൻ. സോ നമ്മളിവിടെ എടുക്കുന്ന റീകൺസ്ട്രക്ഷൻ ബീം ഞാൻ പറഞ്ഞ പോലെ അതെന്താണ്, റെഫറൻസ് ബീമിന് ഈക്വൽ ആണ്. ബട്ട് ആ ഈക്വൽ ആയിട്ട് കൊടുക്കാത്ത വേറെ ഒരു ലാംഡ അധികമുള്ള വാല്യൂ കൊടുത്താലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല.